പുതിയ സാങ്കേതിക വിദ്യയിലൂടെ പുത്തനാശയം പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ചെഞ്ചീര കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അജാനൂർ കോളവയിലാണ് നോക്കത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചീരപ്പാടം. ഒക്ടോബർ മാസം മുതലാണ് കൃഷി തുടങ്ങുന്നത്. പിന്നീട് 5 മാസത്തോളം നീണ്ടു നിൽക്കും. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കർഷകരിൽ പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊളവയൽ പാടത്ത് CPCRI കൃഷി വിജ്ഞാൻ കേന്ദ്ര ശാസ്ത്രജ്ഞർ ഡ്രോൺ ഉപയോഗിച്ച് ജൈവവളം തളിച്ചത്. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ വേളയിൽ ലഭിക്കുന്ന വെർമി വാഷാണ് പച്ചക്കറിപ്പാടത്ത് തളിച്ചത്. 6 മുതൽ 10 മിനിറ്റിനുള്ളിൽ 1 ഏക്കർ സ്ഥലത്ത് ഡ്രോൺ പറത്തി മരുന്ന് തെളിയിക്കാൻ പറ്റുമെന്നതാണ് പ്രധാന ഗുണം. 25 കിലോ ഭാരമുള്ള ഡ്രോണിന് 10 ലിറ്റർ മരുന്ന് വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷ്മ കണികകളായി വളം തളിക്കുന്നതിനാൽ വളത്തിന്റെ അളവ് കുറയ്ക്കാനുമാകും. നമുക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി, ഡ്രോൺ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ സ്ഥലം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തൊഴിലാളി ലഭ്യത കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ടും നമുക്ക് ഈ ഒരു സ്പ്രേ ടെക്നോളജി കൊണ്ട് നമുക്ക് വളരെ സാധിക്കും. അപ്പം മരുന്ന് സ്പ്രേ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അത്രത്തോളം ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഇതുപോലുള്ള വളക്കൂട്ടുകൾ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മ വളങ്ങളും സ്പ്രേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചെടികളുടെ തലപ്പിൽ നിന്ന് 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലാണ് ഡ്രോൺ പറത്തി മരുന്ന് തളിക്കുന്നത്. പൂർണ്ണമായും ചാർജ് ചെയ്ത ബാറ്ററി ഉപയോഗിച്ച് 15 മിനിറ്റോളം ഡ്രോൺ പറത്താനാകും. നൂതനമായ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെർമി കമ്പോസ്റ്റിൻ്റെ രീതിയിലുള്ള ഏറ്റവും പുതിയ വെർമി വാഷ് എന്ന് പറയുന്നുണ്ട്. അതെ, വെർമി വാഷ് എന്ന് പറയുന്നത് എസൻസ്, വെർമി കമ്പോസ്റ്റ് മണ്ണര കമ്പോസ്റ്റ് എസൻസ് ആണ്. അതെ, അത് ഉപയോഗിച്ചുകൊണ്ട് നൂതനമായ രീതിയിൽ CPCRI പുതിയ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ നമ്മളെ ഡ്രോൺ ഉപയോഗിച്ചാണ് ഇപ്പോൾ കണ്ടു എല്ലാവരും. ആ രീതിയിലേക്കുള്ള ഒരു എസൻസാണ് തെളിയിക്കുന്നത്. CPCRI ബയോകെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുരളി